ദൈവത്തിന്റെ ചില പ്രവൃത്തികളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ വളരെ പാടാണ് കേട്ടോ. പലപ്പോഴും ഞാൻ ചോദിക്കും, ദൈവമേ നിന്റെ ആത്മാവിന്റെ നടത്തിപ്പില്ലാതെ ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്ന്. കാരണം സ്വർഗ്ഗസ്ഥനായിരിക്കെ ദൈവം വീണ്ടും യോശുവയോട് പറയുക, നീ അവരെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ദൈവം പറഞ്ഞ അടുത്ത വേർഡ് എനിക്ക് ഇഷ്ടപ്പെട്ടേ. ആ വേർഡ് പ്രകാരം പറഞ്ഞു, ഞാൻ നാളെ ഈ നേരം, നിങ്ങൾ ശ്രദ്ധിച്ചേ, യോർദാൻ അവരെ അക്കരെ കടക്കേണ്ടി വന്നപ്പോ ദൈവം പറഞ്ഞില്ല നാളെ ഈ നേരം വന്ന്. യെരിഹോ മതില് ഇടിഞ്ഞു വീഴാനായിട്ട് നാളെ ഈ നേരം വന്ന് ദൈവം പറഞ്ഞില്ല. യോർദാൻ കടക്കേണ്ടി വന്നപ്പോൾ 3 ദിവസം ശുദ്ധീകരണത്തിന് വേണ്ടി അവർ തങ്ങളെ തന്നെ ഏൽപ്പിച്ച് വിശ്വാസത്തോടെ കാത്തിരുന്നു. യെരിഹോ വീഴുവാനായിട്ടിടയായിത്തീർന്നപ്പോൾ 7 ദിവസം വിശ്വാസത്തിന്റെ കൂടെ അവർ കാത്തിരിക്കേണ്ടി വന്നു. ഇവിടെ സ്വർഗത്തിലെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇമ്മീഡിയറ്റ് ആൻസർ. ഞാൻ പറഞ്ഞ കർത്താവേ, ചില സമയത്തൊക്കെ നീ 3 ദിവസം കഴിഞ്ഞാ ഉത്തരം തരുന്നേ, ചില പ്രാവശ്യങ്ങളൊക്കെ 7 ദിവസം കഴിഞ്ഞിട്ടാ ഉത്തരം തരുന്നേ, ചിലതിന് ഇമ്മീഡിയറ്റാ ഉത്തരം തരുന്നേ. ദൈവത്തിന്റെ വഴി എനിക്ക് അറിയത്തില്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ വഴി എനിക്ക് അറിയത്തില്ലെന്ന്. സമയം എൻ്റെ മുമ്പിലുള്ളതല്ല, സമയം ദൈവത്തിൻ്റെതാ. വിടിവിക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. ആ വിടുതൽ ഞാൻ പ്രാപിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണമേ, എൻ്റെ സമയത്തിന് വേണ്ടി അല്ല ഞാൻ കാത്തിരിക്കേണ്ടത്, ദൈവത്തിന്റെ സമയത്തിന്.